നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രം ബാക്കിയാകുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് മരണം. അത് തീർത്തും അനിവാര്യവുമാണ്. അനിവാര്യമായതിനെ അംഗീകരിച്ചേ മതിയാകൂ, അല്ലേ? ഓരോ ജീവിതവും ഓരോ നിയോഗമാണ്. ജീവിതത്തിൻ്റെ നിഗൂഢതയും സന്തോഷവും തീരുമാനിക്കുന്നത് എന്താണ്? മുൻകൂട്ടി പ്രവചിക്കാനാവാത്തതും നിയന്ത്രിക്കാനാവാത്തതുമായ ചില കാര്യങ്ങളാണ്. അതിലിടക്ക് ചില ബന്ധങ്ങളുടെ പ്രയോജനങ്ങൾ ഒരു തുലാസിലും അളന്നെടുക്കാൻ സാധിക്കുന്നതുമല്ല. ഒരാളുടെ സാന്നിധ്യം എത്ര പ്രസക്തമായിരുന്നു എന്ന് മനസ്സിലാകുന്നത് അയാളുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖിക്കാനുള്ള അവസരങ്ങളുണ്ടാകും, സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. പക്ഷെ അത് രണ്ടിനെയും അധികം ആശ്ലേഷിക്കാതിരുന്നാൽ ആനന്ദപൂർണമായ നിമിഷങ്ങളായിരിക്കും നമുക്ക് വരാനിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്ത് നാം വെറും സഞ്ചാരികൾ മാത്രമാണല്ലോ. നമ്മളെ ഇങ്ങോട്ട് അയച്ച നാഥൻ്റെ ആ വിളിയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിയാതെ അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് നമ്മൾ. ഏതൊരു വിശ്വാസിയുടെയും ബോധ്യമുള്ള കാര്യമാണിത്, അല്ലേ? എന്നിട്ടും ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ വന്നവരാണ് എന്ന വിചാരത്തിലാണ് നമ്മിൽ പലരുടെയും ജീവിത ശൈലികൾ. ആവശ്യത്തിൻ്റെ അപ്പുറം വലിപ്പവും സൗകര്യമുള്ള ഭവനങ്ങൾ, എത്രയോ തലമുറകൾക്ക് കഴിയാനുള്ള വിഭവങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടും മനുഷ്യരായ നമുക്ക് തൃപ്തിയാവുന്നുണ്ടോ? ഇല്ല. മണ്ണിൽ അമരുന്നത് വരെ മനുഷ്യൻ അലഞ്ഞുകൊണ്ടേയിരിക്കും, ജീവിത വിഭവങ്ങളും തേടി. ഇതാണ് അവസ്ഥ. അതിനിടയിൽ നല്ല നിയ്യത്തോടുകൂടെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഫലമുണ്ടാകും, അല്ലാത്തത് നിഷ്ഫലമാവുകയും ചെയ്യും. നല്ല നിയ്യത്തോടുകൂടെ ഒരാള് ജനങ്ങളോട് കുറച്ച് വിഷമമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലും അയാൾക്ക് എക്സ്ക്യൂസ് നൽകാനുള്ള ഒരു മനസ്ഥിതി ജനങ്ങളിൽ അള്ളാഹു ഉളവാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് അയാൾ നല്ലതേ ഉദ്ദേശിച്ചിട്ടുണ്ടാകൂ എന്നാണ് അവർ പറയുക. അതേസമയം ചീത്ത ഉദ്ദേശത്തോടെ എത്ര തന്നെ മധുരം പുരട്ടിയ വാക്കുകൾ ഉപയോഗിച്ചാലും അയാളുടെ ഉള്ളിലെ ദുഷ്ടലാക്ക് അള്ളാഹു ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അയാൾ ആ പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് എങ്ങനെയായാലും നല്ല ഉദ്ദേശത്തിലല്ല എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെടും.